പതിനായിരക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടെയെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള അപകടത്തുരുത്തായ നിരത്തുകളിൽ. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു KSRTC ബസ് ഈ ഒരു ഭാഗത്തേക്ക് നിർത്തിയിരിക്കുകയായിരുന്നു. രണ്ടാമത് ഇതേപോലെ ഒരു പ്രൈവറ്റ് ബസ് ഇവിടെ നിൽക്കുകയായിരുന്നു സിഗ്നലിൽ നിന്ന്. ഈ രണ്ടുപേരും കയറി വരുന്ന സമയത്ത് ഈ KSRTC ബസ്സിനെ മറികടന്നെത്തിയ പ്രൈവറ്റ് ബസിന്റെ ഇടയിൽപ്പെട്ടാണ് ഇയാൾ ഞെരിഞ്ഞമർന്ന് മരിച്ചത്. കിഴക്കേക്കോട്ടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രവും ഗാന്ധി പാർക്കും മാത്രമല്ല കാണാനുള്ളത്. കുറച്ചുനേരം റോഡിലേക്ക് നോക്കിയാൽ മരവിച്ചു പോകുന്ന ചില കാഴ്ചകളുണ്ട്. മറ്റു വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് ബസ്സുകൾ തോന്നുംപടിയാണ് റോഡിൽ നിർത്തുന്നതും ആളെ കയറ്റുന്നതും. KSRTC ബസ്സുകളെ തടസ്സപ്പെടുത്തി പ്രൈവറ്റുകാർ ബസ്സുകൾ നിരത്തിയിടുന്നതും സ്ഥിരം കാഴ്ച. ഇവിടെ യാത്രക്കാരെ ഇറക്കാൻ മാത്രമാണ് പ്രൈവറ്റുകാർക്ക് അനുവാദം. എന്നാൽ മണിക്കൂറുകൾ ഇവിടെ ബസ്സുകൾ നിർത്തിയിട്ട് ആളെ കയറ്റും. കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് കുരുക്കും അപകടങ്ങളും ഒഴിവാക്കുന്നതിന് 6 മാസത്തിനുള്ളിൽ വിവിധ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കണമെന്നും ക്രമീകരണങ്ങൾ നടപ്പാക്കണമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. അവിടെ ഒന്ന് സർവേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ KSRTC സ്ഥലം ഇനി അവിടെ കാണണം. അവിടെ ജസ്റ്റ് ഒരു ബസ് സ്റ്റോപ്പ് മതി, ആളുകൾ വന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള സംവിധാനം. ആനേറ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറം ഇഞ്ചക്കൽ സ്ഥലമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ കുറച്ച് ഒരു ഹബ്ബ് മാതിരി ആക്കുക, അതിനെ ഒന്ന് റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. കാൽനട യാത്രക്കാർക്കുള്ള പാത മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പൊതുതാൽപര്യ ഹർജിയാണ് കോടതി തീർപ്പാക്കിയത്. ഹൈക്കോടതി ഇടപെടലിൽ എന്ത് തുടർ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് കാണണം. കിഴക്കേക്കോട്ടയിലേത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. KSRTCയും പ്രൈവറ്റ് ബസ്സുകാരും ഗതാഗത വകുപ്പും ജനപ്രതിനിധികളും പോലീസും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.